പാലക്കാട് പുൽപ്പുള്ളിയിൽ കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ പൊട്ടിത്തെറിച്ച സംഭവത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 2 കുട്ടികളും മരിച്ചു. 4 വയസ്സുകാരി എംലീന മരിയ മാർട്ടിൻ, 6 വയസ്സുകാരൻ ആൽഫ്രഡ് മാർട്ടിനുമാണ് മരിച്ചത്. കുട്ടികളുടെ അമ്മ എൽസിക്ക് 85%-ലേറെ പൊള്ളലുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, വീണ്ടും ദാരുണമായ സംഭവം തന്നെയാണ്. ആദ്യം ഒരു കുട്ടി മരിച്ചു, അതിന് പിന്നാലെയാണ് രണ്ടാമത്തെ കുട്ടിയുടെ മരണം ഇപ്പോൾ സംഭവിക്കുന്നത്. തീർത്തും ദാരുണമായ ഞെട്ടിപ്പിക്കുന്ന സംഭവമായി മാറുന്നുണ്ട്. എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, പാലക്കാട് കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ പൊട്ടിത്തെറിച്ച് തീപിടിച്ച് ഉണ്ടായ അപകടത്തിൽ ഇപ്പോൾ 2 മരണങ്ങളാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആദ്യം രണ്ടാമത്തെ പെൺകുട്ടിയായ എംലിന മാർട്ടിൻ, 4 വയസ്സുകാരിയാണ്. ഈ കുഞ്ഞിൻ്റെ മരണമാണ് 2:30 ആശുപത്രി വൃത്തങ്ങൾ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചത്. 3:15 ആൺകുട്ടി ആൽഫ്രഡ് മാർട്ടിൻ്റെയും 6 വയസ്സുകാരനാണ്. ഈ കുഞ്ഞിൻ്റെയും മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 3:30 മരണം, 3:15 മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. നിലവിൽ ഈ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഈ കുഞ്ഞുങ്ങളുടെ അമ്മ എൽസി മാർട്ടിനും അതോടൊപ്പം തന്നെ മൂത്ത സഹോദരിയായിട്ടുള്ള അലീനയുമാണ്. അലീന നിലവിൽ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. എൽസിയുടെ അവസ്ഥയും കുറച്ച് ഗുരുതരമായിട്ട് തന്നെ തുടരുകയാണ്. എന്തായാലും നിലവിൽ ഇവിടെ ബന്ധുക്കളടക്കം എത്തിയിട്ടുണ്ട്. പാലക്കാട് നിന്നും കൂടുതൽ ബന്ധുക്കൾ എത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായിട്ട് ഈ കുട്ടികളുടെ മൃതശരീരങ്ങൾ നേരെ പാലക്കാടേക്ക് കൊണ്ടുപോകുക. ചില നടപടികൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. അപകടമായതുകൊണ്ട് തന്നെ ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളാണ് പൂർത്തിയാക്കാനായിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് പാലക്കാട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ നഴ്സാണ് എൽസി. ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്ന് കാർ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. 1 മണിക്കൂറിന് ശേഷം ഈ കുട്ടികളെയും കൊണ്ട് പുറത്തു പോകുന്നതിന് വേണ്ടിയിട്ട് കാർ വന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഈ പൊട്ടിത്തെറിക്കുകയും പെട്ടെന്ന് തീ ആളിപ്പടരുകയും ചെയ്തത്. ഈ കാറിനുള്ളിലായിരുന്നു എൽസി, അതോടൊപ്പം തന്നെ ഈ 3 കുഞ്ഞുങ്ങൾ, എൽസിയുടെ അമ്മ ഡെയ്സി. ഈ കുട്ടികളെ പെട്ടെന്ന് എൽസി പുറത്തേക്ക് എത്തിച്ചു. സാരമായിട്ടുള്ള പരിക്കുകൾ കുഞ്ഞുങ്ങൾക്കുണ്ടായിരുന്നു. എൽസിയുടെ അമ്മ ഡെയ്സി ഈ കുട്ടികളെ രക്ഷിക്കുന്നതിനിടയിൽ ചില പൊള്ളലേറ്റ് ഇപ്പോൾ നിലവിൽ പാലക്കാട് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബേണിംഗ് ഐസി ഉൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ കൊച്ചിയിലായതുകൊണ്ടാണ് ഈ കുട്ടികളെ നേരെ ചികിത്സയ്ക്കായിട്ട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. ഇന്നലെ രാത്രിയോട് കൂടി തന്നെ എൽസിയെ അതോടൊപ്പം തന്നെ ഈ ആൽഫ്രഡ് അതോടൊപ്പം തന്നെ എംലിന, ഈ 2-3 പേരെയും കൊണ്ടുവന്നിരുന്നു. അലീന എന്ന് പറയുന്ന മൂത്ത കുട്ടിയെ കൊണ്ടുവന്നത് ഇന്ന് രാവിലെ ഏകദേശം പുലർച്ചെ 3 മണിയോട് കൂടിയായിരുന്നു. എന്തായാലും നിലവിൽ എൽസിക്ക് 45%-ഓളം പൊള്ളലേറ്റിട്ടുണ്ടെന്നാണ് ഔദ്യോഗികമായിട്ട് ലഭിക്കുന്ന വിവരം. ആൽഫ്രഡിന് 70%, ഏകദേശം 75%-ഓളം പൊള്ളലേറ്റിരുന്നു. എംലിനയ്ക്ക് 60% പൊള്ളലേറ്റിരുന്നു. എന്തായാലും നിലവിൽ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംഘങ്ങൾ പരിശോധിച്ച സമയത്ത് കാറിൻ്റെ ബാറ്ററിക്കുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. എന്തായാലും 2 മരണങ്ങളാണ് ഈ അപകടത്തിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ കാറിൻ്റെ കാലപ്പഴക്കമുള്ള കാര്യങ്ങളാണ് അപകടത്തിന് കാരണമെന്നുള്ള ഒരു സ്ഥിരീകരിക്കാത്ത ചില നിഗമനങ്ങളുമുണ്ട്. എന്തായാലും മൃതശരീരങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ്. ബന്ധുക്കളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഔദ്യോഗികമായിട്ട് കുട്ടികളുടെ മൃതശരീരം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക. സ്വദേശമായിട്ടുള്ള പാലക്കാടേക്കായിരിക്കും കൊണ്ടുപോവുക. രേഷ്മ സൂചിപ്പിച്ചതുപോലെ എൽസിയുടെ നില അതീവ ഗുരുതരമാണ്. ഒരുപക്ഷെ എൽസിയെ മറ്റ് വിദഗ്ധ പരിശോധനയ്ക്ക് അല്ലെങ്കിൽ വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റെങ്ങോട്ടെങ്കിലും മാറ്റേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടോ? എന്താണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരങ്ങൾ? വിഷ്ണു, എൽസിയുടെ ചികിത്സ ഇവിടെ തന്നെ തുടരാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഏതെങ്കിലും ഘട്ടത്തിൽ അത്തരത്തിൽ വേറെ ഏതെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. അലീന അപകടനില തരണം ചെയ്തു എന്ന് രാവിലെ തന്നെ ഡോക്ടർമാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എൽസിയുടെ പൊള്ളലെന്ന് പറയുന്നത് 45%, അലീന 35% പൊള്ളലേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്ക് അപകടനില തരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എൽസിയുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു സ്ഥിരീകരണം ഉണ്ടാകാത്തത്. എന്തായാലും നിലവിൽ അലീനയുടെ കാര്യത്തിൽ അപകടനില തരണം ചെയ്തു എന്ന് ഡോക്ടർമാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനിയുള്ളത് ഈ കുട്ടികളുടെ മൃതശരീരങ്ങൾ നേരെ പാലക്കാടേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കൂടുതൽ ഡോക്ടർമാരെ എത്തിച്ച് അതിനുവേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുമെന്നാണ് അറിയിക്കുന്നത്. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.